ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മിന്നും ജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുന്നു. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളിലേക്ക് ബി.ജെ.പി. കടന്നെങ്കിലും മുഖ്യമന്ത്രി ആരെന്നത് ഇതുവരെയും നേതൃത്വം വെളിപ്പെടുത്തിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാവുക. 70-ൽ 48 സീറ്റും കയ്യിലൊതുക്കിയുള്ള ആധികാരിക വിജയം. ഫലം വന്ന് 2 ദിവസം പിന്നിടുമ്പോഴും ആരാകും ഡൽഹിയിലെ മുഖ്യമന്ത്രി എന്നത് ചോദ്യചിഹ്നമായി തുടരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നത് ബി.ജെ.പിയുടെ ശൈലിയാണ്. ആ പതിവിന് ഡൽഹിയിലും മാറ്റമുണ്ടായില്ല. ഡൽഹി തെരഞ്ഞെടുപ്പിലും അവരുടെ തുറുപ്പിച്ചിട്ടായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് കളത്തിലിറക്കിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേര് നിലവിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവായ വിജേന്ദർ ഗുപ്തയുടേതാണ്. ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആളെന്നതും ഒപ്പം ഡൽഹിയിൽ പാർട്ടിയുടെ മോശം കാലാവസ്ഥയിലും വിജയിച്ച നേതാവെന്നതും വിജേന്ദറിനെ പരിഗണിക്കാനുള്ള കാരണങ്ങളാവുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയുടെ പേരും കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലെന്നാണ് സൂചന. ഒപ്പം പൂർവാഞ്ചലിൽ നിന്നുള്ള എംപിയും ചലച്ചിത്ര താരവുമായ മനോജ് തിവാരിയുടെ പേരും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ്. മോദി വിദേശ സന്ദർശനം പൂർത്തിയാക്കി വന്നാലുടൻ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.